ശബരിമല ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ആറാട്ടുഘോഷയാത്രയ്ക്കിടെ ആന വിരണ്ടതുമായി ബന്ധപ്പെട്ടാണ് അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയത്. 2018 ജൂൺ 15-നായിരുന്നു ദേവപ്രശ്നം. ഈ ദേവപ്രശ്നം മറയാക്കിയാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ആസൂത്രണങ്ങൾ ഉണ്ടായതെന്നാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. സന്നിധാനത്ത് ശ്രീകോവിലിന്റെ വാതിലിലും കട്ടളയിലും വൈകല്യമുണ്ടെന്ന് ദേവപ്രശ്ന ചാർത്തിൽ പറയുന്നുണ്ട്. 2019 മാർച്ചിലാണ് 98-ൽ തങ്കം പൊതിഞ്ഞ വാതിൽ മാറ്റി പുതിയത് സ്ഥാപിച്ചത്. തുടർന്ന് കട്ടളയിലെ പാളികളും മാറ്റി. ഇതിൻ്റെയെല്ലാം മറവിൽ സ്വർണ്ണക്കൊള്ളയും നടന്നതായി ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ ദേവപ്രശ്ന ചാർത്ത് ഈ പ്രവർത്തനങ്ങൾക്ക് മറയാക്കിയെന്ന സംശയം ബലപ്പെടുകയാണ്. ശ്രീകോവിലിലെ യോഗദണ്ഡിലും രുദ്രാക്ഷത്തിലും വൈകല്യമുണ്ടെന്നും പ്രശ്നവിധിയിലുണ്ട്. ഇത് രണ്ടും എ പത്മകുമാറിന്റെ മകൻ സ്പോൺസറായി സ്വർണം കെട്ടിച്ചുവെന്ന വിവരവും നേരത്തെ പുറത്തുവന്നു. സ്വർണം കെട്ടിക്കാൻ ശ്രീകോവിലിന്റെ പുറത്തു കൊണ്ടുപോയ യോഗദണ്ഡും രുദ്രാക്ഷവും മാറ്റിയിട്ടുണ്ടോ എന്ന സംശയവും ഇപ്പോൾ ബലപ്പെട്ടിട്ടുണ്ട്. 18-ാം പടിക്ക് മുകളിൽ നിർമ്മാണങ്ങൾ പാടില്ല എന്നത് നേരത്തെ ദേവപ്രശ്നങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദേവപ്രശ്നത്തിലും 18-ാം പടിക്ക് മുകളിൽ നിർമ്മാണങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇതു മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി ഇപ്പോഴുള്ള മേൽക്കൂര പണിഞ്ഞതെന്നാണ് സംശയം. മാത്രമല്ല, ഈ മേൽക്കൂരയുടെ തൂണുകൾ പടിക്ക് താഴെ നിലപാട് തറയിൽ സ്ഥാപിച്ചിരിക്കുന്നത് ആചാരവിരുദ്ധമെന്നും പറയുന്നുണ്ട്. പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം നിർമ്മിക്കാൻ തൽക്കാലം കഴിയില്ല എന്നും ഈ പ്രശ്നവിധിയിലുണ്ട്. അപ്പോൾ അവിടെ ക്ഷേത്രം പണിയുന്ന കാര്യം ഉന്നയിച്ചു എന്ന് വ്യക്തം. സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയവർക്ക് പൊന്നമ്പലമേട്ടിൽ ക്ഷേത്രം പണിയാനും ലക്ഷ്യമുണ്ടായിരുന്നു എന്നാണ് ഉയരുന്ന സംശയം. ഒരിക്കൽ ശബരിമല ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനത്ത് നിന്ന് വിലക്കിയ കണ്ഠരര് മോഹനരെ തിരികെ പ്രവേശിപ്പിക്കണമെന്നും ഈ പ്രശ്നചാർത്തിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ദേവപ്രശ്നത്തിന്റെ പശ്ചാത്തലവും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും SIT വിശദമായി പരിശോധിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരുടെയൊക്കെ മൊഴികളും രേഖപ്പെടുത്തും. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.